KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കോഴിക്കോട് അരയിടത്ത് പാലത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 38 പേർക്ക് പരിക്ക്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കാരായി രാജൻ രാജിവെച്ചു. കുട്ടി തന്നെ മാർക്കറ്റ് കാണിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയാണ് നയപ്രഖ്യാപന പ്രസംഗമെന്ന് പിണറായി വിജയൻ. ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ BJP നേതാക്കൾക്കെതിരെ ഹിന്ദു മഹാസഭ നിയമ നടപടിക്കൊരുങ്ങുന്നു. പാഠഭാഗങ്ങൾ പാട്ടിന്റെ താളത്തിൽ ചിട്ടപ്പെടുത്തി മാർക്കസ് ഹയർ സെക്കൻഡറി അധ്യാപകൻ നിയാസ് ചോല. പാവങ്ങൾക്ക് കരുണയുടെ സ്നേഹവിരുന്നൂട്ടി മജ്മ വിദ്യാർത്ഥികൾ മാതൃകയായി. കള്ളന്മാർക്ക് 8ന്റെ പണി. മോഷ്ടിച്ച കാറിന്റെ എഞ്ചിൻ ഓട്ടത്തിനിടെ ഉടമ ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. കോഴിക്കോട് അരയിടത്ത് പാലത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 38 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. സ്വകാര്യ ബസിന്റെ അമിതവേഗമാണ് അപകട കാരണം. മേൽപ്പാലത്തിലൂടെ അമിതവേഗത്തിൽ മാവൂരിലേക്ക് പോവുകയായിരുന്ന ഫാത്തിമ ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കുമ്പോൾ എതിരെ വന്ന സിറ്റി ബസിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മേൽപ്പാലത്തിൽ നിന്നും പിന്നിലേക്ക് പോയ സിറ്റി ബസ് പിന്നിലുണ്ടായിരുന്ന കാറിലും അരികിലുണ്ടായിരുന്ന ബൈക്കിലും ഇടിച്ചു. പിന്നോട്ടുരുണ്ട ബസ്സിനും മേൽപ്പാലത്തിന്റെ കൈവരിക്കും ഇടയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ അരമണിക്കൂറോളം ബസ്സിനും കൈവരിക്കും ഇടയിൽ ഞെരിഞ്ഞ് പുറത്തേക്ക് തൂങ്ങിക്കിടന്നു. ഇയാളുടെ കാൽ പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വന്നു. അപകടത്തിനിടയാക്കിയ ബസ്സിൽ നിന്ന് അമ്മയും കുഞ്ഞും ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. ഇവർ എതിരെ വന്ന കാറിനു മുകളിലേക്കാണ് വീണത്. മാവൂർ റോഡ് അരയിടത്തുപാലം ജംഗ്ഷനിൽ മേൽപ്പാലത്തിൽ ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് മാവൂർ റോഡിലും മിനി ബൈപ്പാസ് റോഡിലും ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചു. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുട്ടി തന്നെ മാർക്കറ്റ് കാണിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമെന്ന് പിണറായി വിജയൻ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനം നോക്കി വായിക്കേണ്ടി വന്നത് ഗവർണറുടെ ഗതികേടാണ്. UDFന്റെ ഒപ്പം നിൽക്കുന്നവർക്കെതിരെ കേസ് എടുക്കാതിരിക്കുകയും അല്ലാത്തവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. സർക്കാരിന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് ADGP ശങ്കർ റെഡ്ഡി ചെയ്യുന്നത്. അഴിമതി സംഘത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവർണർക്കുണ്ടോയെന്നും പിണറായി ചോദിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കാരായി രാജൻ രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. ഫസൽ വധക്കേസിൽ പ്രതിയായ കാരായി രാജൻ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ കോടതി ജാമ്യവ്യവസ്ഥ ഇളവ് ചെയ്തു നൽകാതിരുന്നതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചതെന്നാണ് സൂചന. അതേസമയം കാരായി ചന്ദ്രശേഖരൻ സ്ഥാനം രാജിവെക്കില്ല. നിലവിൽ തലശ്ശേരി നഗരസഭാ ചെയർമാനാണ് കാരായി ചന്ദ്രശേഖരൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ചുമതലയേറ്റ ശേഷം 3 പ്രാവശ്യം മാത്രമാണ് കാരായി രാജന് കണ്ണൂരിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. കാരായി ചന്ദ്രശേഖരന്റെയും സ്ഥിതി ഇതുതന്നെയാണ്. ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ BJP നേതാക്കൾക്കെതിരെ ഹിന്ദു മഹാസഭ നിയമ നടപടിക്കൊരുങ്ങുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി എന്നിവർ അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾക്കെതിരെ ഹിന്ദു മഹാസഭ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. കെട്ടിടത്തിനുള്ളിൽ ശ്രീരാമ വിഗ്രഹമുണ്ടായിരുന്നുവെന്നും അതിനാൽ ക്ഷേത്രം തകർക്കപ്പെട്ടുവെന്നും ആരോപിച്ചാണ് നിയമ നടപടി. പള്ളിയുടെ താഴികക്കുടത്തിനടിയിലെ സ്ഥലം ശൈശവാവസ്ഥയിലുള്ള രാമനാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും കെട്ടിടം തകർക്കാനാണ് നേതാക്കൾ ജനക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടതെന്ന് നിയമ നടപടിക്ക് ആധാരമായ നിലപാടിനെക്കുറിച്ച് വിശദീകരിച്ച് ഹിന്ദു മഹാസഭ ദേശീയ പ്രസിഡന്റ് സ്വാമി ചക്രപാണി പറഞ്ഞു. മുസ്ലിങ്ങൾ നമസ്കാരം നടത്തിയിരുന്നത് താഴികക്കുടത്തിന് അടിയിലായിരുന്നില്ല. എന്നിട്ടും കെട്ടിടം മുഴുവനായും തകർക്കുകയായിരുന്നു. ഇതിനർത്ഥം ഒരു ക്ഷേത്രവും ഒരു പള്ളിയും തകർക്കപ്പെട്ടു എന്നാണ്. ഇതിനുത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണം. ഹിന്ദുക്കളുടെ താൽപര്യങ്ങളെയാണ് തങ്ങൾ പ്രതിദാനം ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ അവർ ക്ഷേത്രം തകർക്കുകയായിരുന്നുവെന്നും ചക്രപാണി വിശദീകരിച്ചു. മുസ്ലിം സഹോദരന്മാരുടെ സഹകരണമില്ലാതെ സ്ഥലത്ത് ക്ഷേത്രമുണ്ടാക്കാനാവില്ലെന്നും ചക്രപാണി പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ അവിടെ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം.
കാർ മോഷ്ടിച്ച് രക്ഷപ്പെട്ട കള്ളന്മാർക്ക് വാഹന ഉടമ കൊടുത്തത് 8ന്റെ പണി. ഡ്രൈവർ അടക്കം ഇന്നോവ കാർ തട്ടിക്കൊണ്ടുപോയെങ്കിലും 14 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഉടമ എഞ്ചിൻ ഓഫ് ചെയ്തു. വിദൂരമായി വാഹനം നിയന്ത്രിക്കാവുന്ന സംവിധാനത്തിലൂടെയാണ് ഉടമ SN ശർമ്മ ഇന്നോവയുടെ എഞ്ചിൻ ഓഫ് ചെയ്തത്. ഇതോടെ മോഷ്ടാക്കൾക്ക് കാർ ഉപേക്ഷിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ലായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഗാസിയാബാദിലെ വൈശാലിയിലുള്ള റെഡ് കാർപ്പറ്റ് ലോണിന് മുന്നിൽ നിന്നാണ് 3-അംഗ സംഘം കാർ അടിച്ചുമാറ്റിയത്. 65-കാരനായ നരേന്ദ്ര കൌശിക് എന്ന ഡ്രൈവറെ ബലം പ്രയോഗിച്ച് കീഴടക്കിയ ശേഷമാണ് മോഷ്ടാക്കൾ കാറുമായി കടന്നത്. കവിനഗർ ഭാഗത്തേക്കാണ് മോഷ്ടാക്കൾ കാർ ഓടിച്ചു പോയത്. എന്നാൽ 14 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ വാഹന ഉടമ ശർമ്മ GPS ഡിസേബിളർ ഡിവൈസ് മുഖേന വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് കവിനഗർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഡയമണ്ട് ഫ്ലൈഓവറിന് സമീപം മോഷ്ടാക്കൾ കാർ ഉപേക്ഷിച്ചു. കാർ കവിനഗർ ഭാഗത്തേക്ക് പോകുന്നതായി ഡിവൈസിൽ കാണിച്ചതോടെയാണ് വാഹന ഉടമയായ ശർമ്മ എഞ്ചിൻ ഓഫ് ചെയ്തത്. കാർ തിരികെ കിട്ടിയെങ്കിലും ഡ്രൈവർക്ക് മർദ്ദനമേറ്റതുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ശർമ്മയുടെ തീരുമാനം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. യാതനകൾ അനുഭവിക്കുന്ന നിത്യരോഗികൾക്കും അന്ധരും അഗതികളുമായ ആലംബഹീനർക്കും സ്നേഹവിരുന്നൊരുക്കി അരീക്കോട് മജ്മഅ് വിദ്യാർത്ഥികൾ മാതൃകയായി. മജ്മഅ് സ്ഥാപനങ്ങളുടെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് തെരട്ടമൽ മജ്മഅ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണവിഭവങ്ങളും ധനസഹായവും എത്തിച്ച് കരുണക്കൊരു വേറിട്ട പാഠം പകർന്നത്. ഭക്ഷണവിഭവങ്ങളും പണവും ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ വിവിധയിടങ്ങളിൽ സഹായമെത്തിച്ചത്. പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വിഭവങ്ങൾ കൊണ്ടുവരണയെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ആവേശപൂർവ്വം ഏറ്റെടുത്തു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും സതുദ്യമത്തിൽ കരുണയുടെ കരം കോർത്തപ്പോൾ വിഭവങ്ങൾ വിചാരിച്ചതിലും അപ്പുറമായി. വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന വിഭവങ്ങളിൽ അരി, പഞ്ചസാര, നാളികേരം, പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം വിഭവസമാഹരണത്തെ സമൃദ്ധമാക്കി. വിഭവങ്ങൾ സ്കൂൾ ബസ്സിലാക്കി അരീക്കോട് പ്രദേശത്തെ നിർധനരായവരെ തേടി സംഘം പുറപ്പെട്ടു. വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിട്ടെത്തി വിതരണം ചെയ്തു. വിതരണത്തിന് സ്കൂളിലെ സ്കൌട്ട് JRC വാളണ്ടിയേഴ്സ് നേതൃത്വം നൽകി. അധ്യാപകരായ അലി വാവൂർ, റയീസ് കുരിക്കൽ, സജിൽ, അബ്ദുറഹ്മാൻ, ജിഷ, സന്ദീപ് സംബന്ധിച്ചു. പാഠഭാഗങ്ങൾ പാട്ടിന്റെ താളത്തിൽ ചിട്ടപ്പെടുത്തി SSLC വിദ്യാർത്ഥികൾക്ക് പഠനം ആസ്വാദികരമാക്കുന്ന തിരക്കിലാണ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ നിയാസ് ചോല. സയൻസിലെയും കണക്കിലെയും കടുകട്ടിയായ ആശയങ്ങളെ മനോഹരമായ നാടൻപാട്ടിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും ഈണത്തിൽ ചിട്ടപ്പെടുത്തിയാണ് തന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇതിനകം കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ SSLC ക്യാമ്പുകളിലെ സ്ഥിരം അതിഥി കൂടിയാണ് സംസ്ഥാന ദേശീയ അധ്യാപക ജേതാവ് കൂടിയായ നിയാസ് ചോല. ന്യൂട്ടൻ കണ്ടുപിടിച്ചല്ലോ മാർക്കോണി റേഡിയോയും ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറും ജോൺ ബയേഡ് ടിവിയും.
ഇലക്ട്രോണിക്സ്, നമ്മുടെ പ്രപഞ്ചം, ഓർഗാനിക് കെമിസ്ട്രി, സമവാക്യങ്ങൾ, വൈദ്യുത പവർ പ്രേഷണം തുടങ്ങി ഇംഗ്ലീഷ് ഗ്രാമർ വരെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി 250ഓളം പഠനപ്പാട്ടുകൾ ഇതിനകം രചിച്ചു കഴിഞ്ഞു. നിയാസ് ചോലയുടെ പഠനപ്പാട്ട് നേരത്തെ CD-യാക്കിയിരുന്നു. മർക്കസ് ഡൽഹി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വസന്തം 2016 കലാ സാംസ്കാരിക സംഗമം നാളെ നടക്കും. ന്യൂഡൽഹിയിലെ നിസാമുദ്ദീൻ മിർസ ഗാലിബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 തുടങ്ങുന്ന പരിപാടി സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്യും. ജാമിയ മില്ലിയ സർവകലാശാല പ്രൊഫസർ അഷ്റഫ് ഇല്യാൻ അധ്യക്ഷത വഹിക്കും. നിയാസ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. മാപ്പിളപ്പാട്ട്, ഉപന്യാസരചന, കവിതാരചന, ക്വിസ് മത്സരം, കഥാരചന തുടങ്ങി വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. തുടർന്ന് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. സ്വലാത്ത് വാർഷികവും പ്രാർത്ഥനാ സദസ്സും നാളെ ചെണ്ടയാട് കല്ലറക്കൽ ജുമാ മസ്ജിദിൽ നടക്കും. റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, സയ്യിദ് ശിഹാബുദ്ദീൻ ഐദ്രോസി കല്ലറക്കൽ, സയ്യിദ് SBP തങ്ങൾ, സയ്യിദ് ഇസ്മായിൽ ഹാദി അൽമദനി, സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തുടങ്ങി പ്രമുഖ സയ്യിദരും പണ്ഡിതരും സംബന്ധിക്കും. റഫീഖ് ഹസനി ചേളാരി മുഖ്യപ്രഭാഷണം നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് അഡ്ഹോക്ക് കൺവീനറും മഅ്ദിൻ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തിങ്കളാഴ്ച വൈകിട്ട് 4 മടത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ കൺവെൻഷനിൽ പങ്കെടുക്കും. ടെക്നോളജി, ന്യൂ ജനറേഷൻ, നാടിന്റെ സാമ്പത്തിക വളർച്ച എന്നിവ ലക്ഷ്യം വെച്ച് പ്രദേശത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തുന്ന കൺവെൻഷനിൽ സുന്നി സംഘ കുടുംബത്തിലെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കും. NKC സിറാജുദ്ദീൻ ഫൈസി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി MV സിദ്ദീഖ് സഖാഫി ഉദ്ഘാടനം ചെയ്യും. മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. ഹംസക്കോയ ബാക്കവി കടലുണ്ടി, MP ഉമർ ഫൈസി, വാപ്പ മുസ്ലിയാർ, ചുളവറ, അലി സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് അരയിടത്തുപാലത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 38 പേർക്ക് പരിക്ക്. കുട്ടി തന്നെ മാർക്കറ്റ് കാണിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയാണ് നയപ്രഖ്യാപന പ്രസംഗമെന്ന് പിണറായി വിജയൻ. പാഠഭാഗങ്ങൾ പാട്ടിന്റെ താളത്തിൽ ചിട്ടപ്പെടുത്തി മാർക്കസ് ഹയർ സെക്കൻഡറി അധ്യാപകൻ നിയാസ് ചോല. പാവങ്ങൾക്ക് കരുണയുടെ സ്നേഹവിരുന്നൂട്ടി മജ്മ വിദ്യാർത്ഥികൾ മാതൃകയായി. ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ BJP നേതാക്കൾക്കെതിരെ ഹിന്ദു മഹാസഭ നിയമ നടപടിക്കൊരുങ്ങുന്നു. കള്ളന്മാർക്ക് 8ന്റെ പണി. മോഷ്ടിച്ച കാറിന്റെ എഞ്ചിൻ ഓട്ടത്തിനിടെ ഉടമ ഓഫ് ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കാരായി രാജൻ രാജിവെച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.